നമ്മുടെ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു പ്രസ്താവനയൊക്കെ വന്നിരുന്നു. ആ പ്രസ്താവനയ്ക്ക് മേൽ രാഹുൽ ഗാന്ധി ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ പ്രസ്താവനയെക്കുറിച്ച് അതിപ്പം ഏറെക്കുറെ വലിയൊരു വിവാദത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകേണ്ട സമയമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നായിരുന്നു എസ് ജയശങ്കറിന്റെ പ്രതികരണം. ഇതിലിപ്പോൾ വിവാദം ശക്തമാവുകയാണ്. തിരിച്ചടി സംബന്ധിച്ച വിവരങ്ങൾ പാകിസ്ഥാനെ അറിയിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയതെന്ന ചോദ്യവുമായി പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നൊരു ചോദ്യത്തോടെ രാഹുൽ ഗാന്ധിയാണ് മാധ്യമങ്ങൾക്ക് ജയശങ്കർ നൽകിയ പ്രതികരണം പങ്കുവച്ചത്. പ്രതികരണത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നത് എന്ന് ആക്രമണത്തിന് മുൻപ് പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന് എസ് ജയശങ്കർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ്. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. Remains to be discussed on Kashmir is the vacation of illegally occupied Indian territory in Pakistan-occupied Kashmir. We are open to discussing that with Pakistan. യെസ്, അതേസമയം ഈ വീഡിയോ വ്യാജമെന്നാണ് PIBയുടെ ഫാക്ട് ചെക്ക് നടത്തി വ്യക്തമാക്കിയത്. എന്നാൽ ദേശീയ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ പ്രക്ഷേപണം ചെയ്ത പ്രതികരണമാണ് രാഹുൽ പങ്കുവച്ചത്. വിവാദം ശക്തമായതോടെ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ നിലവിലെ ഈ വിവാദത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, പ്രതികരണങ്ങൾ എങ്ങനെയാണ്, BJP വിഷയത്തെ എങ്ങനെ എടുത്തിരിക്കുന്നു, തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പുതിയ വിവാദങ്ങൾ, ചലനങ്ങൾ തുടങ്ങി കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഗൗതമുണ്ട് നമുക്കിപ്പം. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നു, രാഹുൽ ഗാന്ധി അത് പങ്കുവച്ചതിന് ശേഷം അത് സജീവ ചർച്ചയാകുന്നു. പിന്നീട് വിദേശകാര്യ വക്താവ് രംഗത്ത് വരികയും അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ നടന്ന ഒരു വിശദീകരണമാണ് എന്നൊരു തിരുത്തൽ വരുത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ പോലെ PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം എത്തി അത് വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളെ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുള്ള വിശദീകരണവും ഒക്കെ നടത്തി. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷം ഈ ഒരു വിഷയം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കടുത്ത പ്രതികരണങ്ങളുമായി, കടുത്ത നടപടികളുമായി ഒക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം. ഈ വിവാദത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഗൗതം? ഇത് ഗുഡ് മോർണിംഗ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊരു പാർലമെൻറ്റിനകത്തുള്ളൊരു ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയം വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കാണിക്കുക എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യം ആ പ്രതികരണത്തിൻ്റെ പൂർണ്ണ രൂപത്തിലാണ് നിലവിൽ എസ് ജയശങ്കർ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു അഭിപ്രായം നടത്തിയിരിക്കുന്നത്. ഇത് മെയ് 15 പുറത്തു വന്ന റിപ്പോർട്ടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ANA ഉൾപ്പെടെയുള്ള PTI ഉൾപ്പെടെയുള്ള ദേശീയ വാർത്താ ഏജൻസികൾ ഈ പ്രതികരണം ഔദ്യോഗികമായി തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ സംരക്ഷണം ചെയ്യുകയും വാർത്താ മാധ്യമങ്ങൾക്കത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത് പല വാർത്താ മാധ്യമങ്ങളും, നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ ആ ദിവസം തന്നെ ഈ പ്രതികരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഉയർത്തിക്കാണിച്ച ഭാഗത്തിന് അപ്പുറത്തേക്ക് എസ് ജയശങ്കർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കിയെടുക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾക്കകത്ത് ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് അതിലെടുത്ത നടപടിയുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചോദ്യത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അറിവുണ്ടായിരുന്നു എന്നും ആ അറിവ് ലഭിച്ചിട്ടും എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയും വലിയ തിരിച്ചടികൾ ഉണ്ടാവുകയും സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി ഈ വിഷയത്തെ മുതലാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ കണക്കാക്കാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വീണ്ടും രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നുള്ള ഒരു ചോദ്യത്തോട് ഒപ്പം ഈ പ്രതികരണം വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് സംഭവം വീണ്ടും വിവാദത്തിലേക്ക് വരുന്നത്. ഈ പ്രതികരണത്തിൽ എസ് ജയശങ്കർ പറയുന്നത് നമ്മൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നും സൈനികരെ അവിടെ നിന്നും പിന്മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നും പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ട എസ് ജയശങ്കറിൻ്റെ ഈ ബൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് ശേഷം നിലവിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കണം. ഗൗതം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു വിവാദത്തെ വലിയ രീതിയിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ചയാക്കി നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതും അത് തന്നെയാണ്.
തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇനിയുള്ള BJPയുടെ പ്രതിരോധം എങ്ങനെയായിരിക്കും? വിദേശകാര്യ വക്താവിൻ്റെ ഒക്കെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ PIBയുടെ ഫാക്ട് ചെക്കും ഇക്കാര്യത്തിലൊക്കെ വിശദീകരണവും വ്യക്തതയൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി വിവാദം എങ്ങനെ പോകുന്നു, ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. അപ്പോൾ ഗൗതമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയത്.